ഇന്ത്യയുടെ ആയുധപുരയുടെ കലവറ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിൽ ഉയർന്നു കേട്ട ഒരു പേര് അത് ബ്രഹ്മോസ് മിസൈലുകളുടേതായിരുന്നു. എന്നാൽ ഈ സമീപ ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ എന്ന പേര് മാറിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ അത് കഥ മാറുന്ന രീതിയിലേക്ക്, അതായത് ബ്രഹ്മോസിൽ നിന്ന് ഡ്രോണുകളിലേക്ക് ഒരു പലായനം നടത്തുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ലോക ആയുധ വിപണിയിൽ ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ നീക്കമാണ് ഇവിടെ പറയേണ്ടത്. 50,000 കോടി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിരോധ കയറ്റുമതിയുടെ പുതിയൊരു യുഗം ഇവിടെ അവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ മുഖമുദ്രയായി വർഷങ്ങളായി തന്നെ തിളങ്ങിയ പേരായിരുന്നു ബ്രഹ്മോസ് എന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ചിത്രം മാറി മറിയുകയാണ്. അതായത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇനി ഒരു മിസൈലിനെ മാത്രം ആശ്രയിക്കുന്നതല്ല. ഡ്രോണുകൾ, കൃത്യമായി തന്നെ ലക്ഷ്യം തകർക്കുന്ന സ്മാർട്ട് ആയുധങ്ങൾ, സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ, റഡാറുകൾ, അതുപോലെ സെൻസറുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ, ആയുധ സബ് സിസ്റ്റങ്ങൾ തുടങ്ങി തന്നെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി തന്നെ ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ മാറ്റത്തിന്റെ ശക്തി വ്യക്തമാക്കുന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപയായി ഉയർന്നു. 3 വർഷത്തേക്കാൾ 62.66% വളർച്ച. ഇന്ന് ലോകത്തെ 80-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. കയറ്റുമതിക്കാരുടെ എണ്ണവും 128-ൽ നിന്ന് 145 തന്നെ ഉയർന്നിരിക്കുകയാണ്. ഇനി ലക്ഷ്യം 2029-30 കൂടി തന്നെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നതൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് യുദ്ധത്തിന്റെ വിജയത്തെ അവിടെ നിർണയിച്ചിരുന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും കോടികൾ വിലമതിക്കുന്ന മിസൈലുകളുമായിരുന്നു. എന്നാൽ ഇന്ന് കുറഞ്ഞ ചെലവിൽ ദീർഘദൂര കൃത്യത ഉറപ്പാക്കുന്ന ഡ്രോണുകളും സ്മാർട്ടപ്പ് സംവിധാനങ്ങളുമാണ് യുദ്ധഭൂമിയിലെ നിർണായക ആയുധങ്ങളായി പറയുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് നോയിഡ ആസ്ഥാനമായുള്ള IG ഡിഫൻസ് വികസിപ്പിച്ച KAL ദീർഘദൂര അറ്റാക്ക് ഡ്രോൺ. കമ്പനി പറയുന്നതനുസരിച്ച് ഈ ഡ്രോണിന് 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. 7 മുതൽ 8 മണിക്കൂർ വരെ ആകാശത്ത് തുടരാനും സാധിക്കും. 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ഇതിന് കഴിവുണ്ട്. ആവശ്യമായ സർക്കാർ അനുമതി ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ സംവിധാനം ആഗോള വിപണിയിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഇതൊരു ഡ്രോണിന്റെ കഥ മാത്രമല്ല, ഇന്ത്യയുടെ പുതിയ പ്രതിരോധ കയറ്റുമതി നിരയിൽ തന്നെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, റഡാറുകൾ, പീരങ്കികൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, വിമാന ഘടകങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിനാക്ക, അതേപോലെ ആകാശ്, അതുപോലെ മറ്റ് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ടോർപിഡോകൾ തുടങ്ങിയ ഇന്ത്യൻ സംവിധാനങ്ങൾക്കും വിദേശ വിപണിയിൽ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. ഫിലിപ്പീൻസ് ബ്രഹ്മോസ് സ്വന്തമാക്കിയപ്പോൾ അർമേനിയ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകളും ഇന്ത്യൻ പീരങ്കി സംവിധാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ ഏറ്റവും വലിയ അവസരം ആയുധങ്ങൾക്കുള്ളിലെ സാങ്കേതിക വിദ്യയിൽ ഒന്ന് എന്നത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു മിസൈലിനേക്കാൾ വിലപ്പെട്ടത് അതിൻ്റെ ഗ്രനൈഡ് സിസ്റ്റം, സെൻസറുകൾ, ഇലക്ട്രോണിക് ഫയർ കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയാണ്. ഈ ഇലക്ട്രോണിക് വിദ്യയുടെ കയറ്റുമതിയിലൂടെ തന്നെ ഇന്ത്യക്ക് ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം നേടിയെടുക്കാമെന്നതാണ് വിലയിരുത്തുന്നത്. ബ്രഹ്മോസ് ഇന്ത്യക്ക് ലോക വിപണിയുടെ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ ഇനി ഇന്ത്യ വിൽക്കാൻ പോകുന്നത് ഒരു മിസൈൽ മാത്രമായിരിക്കില്ല, യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സ്മാർട്ട് സാങ്കേതിക വിദ്യയാണ്. പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ ഇപ്പോൾ മേക്ക് ഫോർ ദി വേൾഡ് എന്ന ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് ഈ ഒരു വാർത്തയിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.